പാളയം പച്ചക്കറി മാർക്കറ്റിൻ്റേത് പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. അത് പ്രകാരം പുതിയ മാർക്കറ്റിന് വേണ്ടി കല്ലത്താംകടവിൽ സ്ഥലം കണ്ടെത്തി. ഈ നിലവിലുള്ള മാർക്കറ്റിനേക്കാൾ ആധുനിക സൗകര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുള്ള മാർക്കറ്റ് നമ്മൾ കല്ലത്താംകടവിൽ പണിതു. അവിടേക്ക് നമ്മുടെ നിലവിലുള്ള കച്ചവടക്കാരെ മാറ്റാൻ വേണ്ടി കോർപ്പറേഷൻ എത്ര കാലമായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആ കച്ചവടക്കാർ മാറുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എന്താ ആ കെട്ടിടത്തിൻ്റെ പഴക്കം ഉള്ളത് കൊണ്ട് തന്നെ പുതിയ കെട്ടിടം പണിത് അവിടേക്ക് പുനരധിവാസം കൊടുക്കുക ചെയ്യുന്നത്. നല്ല സൗകര്യങ്ങൾ, ഇതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. ആ കെട്ടിടത്തിൻ്റെ അകത്ത് നാളെ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, ഞാൻ ആ ഒരു കെട്ടിടം മാത്രമല്ല പറയുന്നത്, അപ്പോൾ എന്താണ് അതിൽ കോർപ്പറേഷൻ സമാധാനം പറയുക? ആ പ്രശ്നത്തിൻ്റെ അകത്ത് ഇന്നലെ പ്രക്ഷോഭവും സമരവും നടത്തിയുള്ള പ്രതിപക്ഷങ്ങൾ എന്തുകൊണ്ട് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നില്ല? ആ പ്രശ്നത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാൻ സമ്മതിക്കില്ല, ഞങ്ങൾ ആ കച്ചവടക്കാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് സമരം നടത്തില്ലേ ചെയ്യുന്നത്. ഇത് നാളെ ഈ ബിഗ് ബസാറാണെങ്കിൽ നാളെ ഒരു പക്ഷേ അത്തരം പിന്നെ ഈ മാർക്കറ്റുകളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലൊക്കെ ഒരു പൊതുവായ സമീപനം ജനങ്ങളുടെ നന്മ കണക്കാക്കിക്കൊണ്ട് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.